നമസ്കാരം. കുടിലിടം ഒരു കാർഷിക ഗ്രാമത്തിൻ്റെ പുനഃസൃഷ്ടിയാണ്. കൊല്ലങ്കോട് ഗോവിന്ദാപുരം റോഡിൽ കൊല്ലങ്കോട് നിന്ന് ഒരു 2 കിലോമീറ്റർ വരുമ്പോൾ നെടുമണി എന്ന സ്ഥലത്തെത്തും. നെടുമണിയിൽ വലതുവശത്തായിട്ട്, ഗോവിന്ദാപുരത്തേക്ക് പോകുമ്പോൾ വലതുവശത്തായിട്ടാണ് ഈ സ്ഥലം. ഒരു കാർഷിക ഗ്രാമത്തിൻ്റെ പുനഃസൃഷ്ടി, അതാണ് ഇവിടെ ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത്രയും കഴിഞ്ഞോണം മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയപ്പോൾ ഉള്ള അതേ റൂട്ട് തന്നെ, മാറ്റമൊന്നുമില്ല. ആകെ ഒരു വ്യത്യാസം കണ്ടത്, വരുന്ന വഴി കഴിഞ്ഞോണം നമ്മളെ വട്ടം ചുറ്റിച്ച വടവന്നൂർ റെയിൽവേ ഗേറ്റ് നല്ല ടൈൽസൊക്കെ ഇട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. തുടക്കം മോശമില്ല. ഒരു അപൂർവ കാഴ്ച തന്നെ. നാടൻ കോഴി, ചുറ്റും നെൽപ്പാടങ്ങൾ, അവയ്ക്ക് ഇടയിലൊക്കെ ആയിട്ട് പഴയ കാലത്തെ ചില നിർമ്മിതികൾ, കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. അയ്യോ, ഭയാനകം! ഒരു സൈക്കിൾ ഇത്രയും മോശമായി പെയിന്റ് ചെയ്യാം എന്ന് ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. റാന്തൽ വിളക്ക്, ഇലക്ട്രിസിറ്റി വരുന്നതിന് മുമ്പ് വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിരുന്ന ഒരു സംഭവം. പാടങ്ങളെല്ലാം ഇപ്പോൾ അടുത്ത വിളവ് ഇറക്കുന്നതിനുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നെല്ലിയാമ്പതി മലനിരകളും പിന്നെ തെങ്ങും പനയും ഏറുമാടം, അതേ രീതിയിലുള്ള ഒരു കട്ടള, പിന്നെ മുള കൊണ്ടുള്ള ചില നിർമ്മിതികളെല്ലാം കാണാം. കുളമാണെന്നാണ് വിചാരിച്ചത്, അത് കിണറാണെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ഓണത്തിന്റെ സമയത്തോട് വന്നിരുന്നു. ഇത്ര ആൾക്കാർ 2 കാറുകളിലായി വന്നിരുന്നു. കാളവണ്ടി ഓടിക്കുന്ന ആളെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അന്ന് ചുറ്റും കൊയ്യാറായി കിടക്കുന്ന പാടങ്ങൾ, പിന്നെ പാടവരമ്പത്തെല്ലാം ഇഷ്ടംപോലെ പൂക്കൾ, അത് ഇന്നും കാണാം. അങ്ങനെ ഈ ഹരിത ഭംഗി നുകർന്നുകൊണ്ട് അന്ന് കുറേ സമയം ഇവിടെ ചെലവഴിക്കുകയുണ്ടായി. അതിമനോഹരം. ബാക്ക്ഗ്രൗണ്ടിൽ നെല്ലിയാമ്പതി മലകളും കൂടി വരുമ്പോൾ നല്ല രസമാണ് കാണാൻ. ഇനി പഴയ കാലത്തെ ഒരു സംവിധാനം ഇവിടെ വീണ്ടും കാണാം. നമ്മുടെ നേരത്തെ കാളവണ്ടിക്കാരി ചക്രം ചവിട്ടി വെള്ളമൊക്കെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ഇത്തരം ചില സംവിധാനങ്ങളൊക്കെ കാണണമെങ്കിൽ ഇവിടെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് ചക്രം ചവിട്ടി വെള്ളം ധരിപ്പിക്കുന്ന പാടങ്ങളുമില്ല, ഇത്തരം സംവിധാനങ്ങളുള്ള സ്ഥലങ്ങളും കുറഞ്ഞു വരുന്നു. മലയിൽ ചില വെള്ളച്ചാട്ടങ്ങളെല്ലാം താഴേക്ക് വരുന്നത് കാണാം. ഇവിടെ നോക്കുമ്പോൾ വളരെ ചെറിയ വെള്ളി നൂലുകൾ പോലെയൊക്കെ തോന്നുള്ളൂ. തെങ്ങുകളൊക്കെ ഇത്ര അധികം ഉണ്ടല്ലോ ഇവിടെ, ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. താമരക്കുളം, താമരയൊന്നും കാണാനില്ല, എന്തായാലും കുളവും താമര ചെടിയും ഉണ്ട്. ഇനി പുറത്തിറങ്ങി വന്ന വഴി തന്നെ തിരിച്ചു പോയി അടുത്ത ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു വേണം നമുക്ക് സീതാർകുണ്ടിലേക്ക് പോവാൻ. അങ്ങനെ തിരിയുന്നതോടെ നമുക്കാകെ ഒരു സ്ഥലകാല വിഭ്രമം. ന്യൂയോർക്കിലാണോ, മലേഷ്യയിലാണോ, സിംഗപ്പൂരിലാണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന റോഡുകൾ. എന്ത് മനോഹരം! ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള വഴിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത്. ടൂറിസം വളർത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ വഴി എന്തോ ആവട്ടെ, ഇവിടുത്തെ ദൃശ്യങ്ങൾ അത് അതിമനോഹരം തന്നെ, യാതൊരു സംശയമില്ല. അരവിന്ദേട്ടൻ്റെ താമരപ്പാടം, താമരപ്പാടം എന്നാണ് പേരെങ്കിലും നെൽപ്പാടമാണ് സംഭവം. പോകുന്ന വഴിക്കൊരു കുഞ്ഞ് ശിവക്ഷേത്രം, അതിൽ ഒരു നല്ല ആൽത്തറയുണ്ട്. ഇപ്പോൾ നട അടച്ചിരിക്കുകയാണ്, തിരക്കൊന്നുമില്ല. ഇതിലൊക്കെ വിശേഷ ദിവസം ഉള്ളപ്പോഴേ ഇവിടെ തിരക്കുണ്ടാവാൻ സാധ്യതയുള്ളൂ. അങ്ങനെ സീതാർകുണ്ട് വാട്ടർഫോൾസ് എത്തി. ഇക്കോ ടൂറിസം എന്ന് ബോർഡ് വെച്ചിരിക്കുന്നതിൻ്റെ താഴെ തന്നെ ഒരു ഫ്ലക്സ് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അല്പം മുന്നോട്ട് പോകുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ. എന്തായാലും ടിക്കറ്റ് ഒന്നും എടുത്ത് അകത്ത് കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല, കാരണം ആ ഓണ സമയത്ത് ഇവിടെയും വന്നിരുന്നു. അന്നും ഇവിടെ ആകെ തിരക്ക്, ഒരുപാട് സമയം ക്യൂ ഒക്കെ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഇത്തരം ഒരു കമ്പിവേലിയും അവിടെ ചെറിയൊരു അനക്കവും പിന്നെ കുറച്ച് ശബ്ദവും കേട്ടു എന്നല്ലാതെ ശരിയായ രീതിയിലുള്ള വെള്ളച്ചാട്ടം കാണാൻ നിർവാഹമില്ല. അതിനെപ്പറ്റി പറ്റുന്ന മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അതിലൂടെ എടുത്ത് വെള്ളത്തിൽ ചാടാൻ തയ്യാറായി നടക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് അവർക്കതൊക്കെ ചെയ്തേ പറ്റൂ. ഇനി വെള്ളച്ചാട്ടം കണ്ടോ ഇല്ലയോ, മനോഹരമായ ഈ പ്രകൃതി അത് സമ്മതിച്ചേ പറ്റൂ. അതിപ്പോൾ വേറൊരു കാര്യം, ടിക്കറ്റ് എടുത്ത് അകത്ത് കയറണമെന്നില്ല, പുറത്തുനിന്ന് തന്നെ നമുക്കിതാ ഇത്രയും മനോഹരമായ ഒരുപാട് ദൃശ്യങ്ങളാണ് ഇവിടെ ഉള്ളത്.
ആ, പച്ചപ്പ് പുതച്ച കുന്നുകൾ, ബാക്ക്ഗ്രൗണ്ടിലെ നെല്ലിയാമ്പതി മല, ആഹാ വെള്ളച്ചാട്ടങ്ങൾ, അങ്ങനെ എന്തുകൊണ്ടും പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ. സമയം പോകുന്നത് അറിയില്ല എന്നുള്ളതാണ് ഇവിടെ വന്നാലുള്ള ഒരു കുഴപ്പം. പക്ഷേ നമുക്ക് ടിക്കറ്റ് എടുക്കാതെ തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ വെള്ളച്ചാട്ടം കാണാനുള്ള ഒരു സംവിധാനം ഇവിടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം. ഇതാ ഈ വ്യൂ പോയിന്റിലൂടെ അങ്ങോട്ട് താഴോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന്റെ മറ്റൊരു ദൃശ്യം കാണാം. മനോഹരമായ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ഒരു വ്യൂ. നമുക്ക് കൂടുതലൊന്നും ഇവിടെ നിന്ന് കാണാൻ നിർവാഹമില്ല. എന്തായാലും സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണല്ലോ. സൂര്യന്റെ മനോഹരമായ ഒരു ദൃശ്യം അതാ മരങ്ങളുടെ ഇടയിലൂടെ അങ്ങനെ ആശാൻ എത്തി നോക്കുകയാണ്. അങ്ങനെ ഇവിടെ കുറച്ച് ഇരിപ്പിടങ്ങളെല്ലാം ഉണ്ട്. അത് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞ പോലെ ചിലരെല്ലാം മരിച്ചു കിടക്കുന്നു. വെള്ളച്ചാട്ടത്തിൽ നിന്നൊരു ചെറിയ പ്രവാഹം ഇതാ പുറത്തേക്ക് വരുന്നുണ്ട്. റോഡ് സൈഡിൽ കൂടെ അതങ്ങനെ പോകുന്നത് കാണാം. പരിസരത്തും കുറെ നെൽപ്പാടങ്ങളൊക്കെ ഇത് നട്ടിരിക്കുകയാണ്. ഇനിയൊക്കെ വളർന്നു വരണം. അതായത് ഇവിടെ വിളവിറക്കി കഴിഞ്ഞു. ഇനി മടക്ക യാത്ര. വീണ്ടും ഒരു സൈക്കിൾ യാത്രയുമായി അടുത്ത ആഴ്ച കാണുന്നത് വരെ എല്ലാവർക്കും വണക്കം.